വിവാദ പ്രസംഗവുമായി ബി.ജെ.പി. നേതാവ് പി.കെ. കൃഷ്ണദാസ്. എൽ.ഡി.എഫും യു.ഡി.എഫും അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പാകും എന്നാണ് പരാമർശം. ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യപ്പെടും. കാരണം രണ്ട് മുന്നണികളും അധികാരത്തിൽ എത്തിയാൽ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ്.ഡി.പി.ഐയുമാണ് എന്നും പി.കെ. കൃഷ്ണദാസ് ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത കാട്ടാക്കടയിലെ പൊതുസമ്മേളനത്തിലായിരുന്നു വിവാദ പരാമർശം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും രണ്ടല്ല ഒന്നാണെന്ന് പറയാൻ മറ്റൊരു ഉദാഹരണം, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവരുടെ നേതൃത്വത്തിലുള്ള മുന്നണികൾ അധികാരത്തിൽ വന്നാൽ ആരാണ് ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുക? ജമാഅത്ത് ഇസ്ലാമിയും എസ്.ഡി.പി.ഐ പോലുള്ള പാകിസ്ഥാൻ അനുകൂല ദേശവിരുദ്ധ സംഘടനകളായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെയും കോൺഗ്രസ് ഗവൺമെന്റിനെയും നിയന്ത്രിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ ഹിന്ദു വീടുകളിലുള്ള ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന്റെ പേരിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കുക, ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നാം കൈപ്പത്തിയിൽ വോട്ട് ചെയ്താലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്താലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഭവനങ്ങളിലെ ക്രൈസ്തവ ഭവനങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് നാം അനുവദിക്കണമോ എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണമെന്നുള്ളതാണ് എൻ.ഡി.എക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപകടകരമായൊരു സാഹചര്യം കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുഭാഗത്ത് എസ്.ഡി.പി.ഐ. ഇത് രണ്ടും പ്രിയമുള്ളവരെ രാജ്യദ്രോഹ സംഘടനകളാണ്, പാക് അനുകൂല സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണവും ഉണ്ടാക്കിയത്. അമൽ തേനംപറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. വിവാദ പരാമർശമാണ്, വർഗീയ പരാമർശമാണ്, അതിലപ്പുറം ഒരു ഫിയർ അപ്പീൽ എന്നുള്ള നിലയിലാണോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം വേദിയിലിരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി ഇത്തരത്തിൽ പ്രസംഗിച്ചതല്ലേ? അങ്ങേയറ്റം വർഗീയമായ പരാമർശങ്ങളാണ് കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമിത്ഷാ ഇന്നലെ പങ്കെടുത്തൊരു യോഗം കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ അമിത്ഷാ സംസാരിച്ച് അവിടെ നിന്നും മടങ്ങിയ ശേഷമാണ്, അമിത്ഷാ വേദിയിലുണ്ടായിരുന്നില്ല, അമിത്ഷാ അവിടെ നിന്നും മടങ്ങിയ ശേഷമാണ് കൃഷ്ണദാസിന് സംസാരിക്കാൻ ഒരു അവസരമുണ്ടാകുന്നത്. ആ കിട്ടിയ സമയത്താണ് ഇത്രയുമൊക്കെ പറഞ്ഞു വെച്ചത്. ഏറ്റവും ആദ്യം അവിടെ സംസാരിക്കാനായി നെയ്യാറ്റിൻകരയിലെയും പാറശാലയിലെയും അതോടൊപ്പം തന്നെ അരുവിക്കരയിലും സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടായിരുന്നു. അതോടൊപ്പമാണ് കാട്ടാക്കടയിലെ സ്ഥാനാർത്ഥിയായ കൃഷ്ണദാസിന് ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ചത്. അമിത്ഷാ സംസാരിച്ചു പോയപ്പോൾ തന്റെ സഹോദരന് തുല്യനാണ് കൃഷ്ണദാസ് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്താണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രണ്ട് സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എസ്.ഡി.പി.ഐ, ജമാഅത്ത് ഇസ്ലാമി രണ്ട് സംഘടനകളും പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്ന സംഘടനകളാണ്, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സംഘടനകളാണ് എന്നുള്ളതാണ് കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്. ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല വിയോജിപ്പുകളും സംഘടനകളുടെ പ്രവർത്തനത്തിൽ വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ്. നിയമം മൂലം നിരോധിച്ചിട്ടുള്ള രണ്ട് സംഘടനകളല്ല. എസ്.ഡി.പി.ഐ ആണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത് രാജ്യദ്രോഹ സംഘടനയാണ് എന്നും ആ സംഘടന CPM-നോടും അതോടൊപ്പം തന്നെ ഈ രണ്ട് സംഘടനകളും യു.ഡി.എഫിനോടും എൽ.ഡി.എഫിനോടും ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും ഇരു എൽ.ഡി.എഫ് ആണെങ്കിലും യു.ഡി.എഫ് ആണെങ്കിലും അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകൾ എന്നുള്ള തരത്തിലാണ് പറഞ്ഞു വെച്ചത്. ആ സംഘടനകളുടെ പിന്തുണയോടെ നയിക്കുന്ന സർക്കാരുകളാകും അധികാരത്തിൽ. ഏറ്റവും വലിയ രസം ഈ വിവിധ ജാതി മതസ്ഥരെയൊക്കെ വഴിയിൽ കണ്ട് തൊഴുകൈകളോടുകൂടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് രണ്ടിലെയും വൈരുദ്ധ്യം ഇവരാരും മാനസികമായി ചിന്തിക്കുന്നില്ലേ എന്നുള്ള ഒരു കൗതുകം കൂടി എനിക്ക് തോന്നുന്നു.